മാനസിക സംഘർഷത്തൂടെ പോയിട്ടുണ്ട് ഞാന് ജീവിതത്തില്. അത്രയ്ക്കും പല 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 അനുഭവങ്ങൾ വന്നിട്ടുണ്ട് മാം. ഇപ്പൊ മാമിന്റെ ഈ ക്ലാസ്സും കൂടി കേട്ടപ്പോഴുണ്ടല്ലോ വല്ലാത്തൊരു, ഇപ്പോഴും അതിന്റെ കൂടെ പുറത്തു വരാൻ പറ്റണില്ല. ശരിക്കും ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുകയായിരുന്നു ഞാന്. എനിക്ക് എന്താ പറയാന്ന് അറിയാൻ പറ്റണില്ല. അത്രയ്ക്കും മാമിന്റെ ക്ലാസ് ഈ ഹൃദയത്തിൽ തട്ടി. പക്ഷെ ഇങ്ങനെ ഒരു ക്ലാസ് എടുക്കുന്നു ഞാൻ വിചാരിച്ചില്ല മാം. അയ്യോ, കത്തി 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 ഉയർന്നു. ശരിക്കും ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുകയായിരുന്നു ഞാന്. എനിക്ക് എന്താ പറയാന്ന് അറിയാൻ പറ്റണില്ല. അത്രയ്ക്കും മാമിന്റെ ക്ലാസ് ഈ ഹൃദയത്തിൽ തട്ടി. മേമ് തോറ്റു കൊടുക്കില്ലാന്ന് പറഞ്ഞോ. എന്റെ മോനെ ഒന്ന് പറഞ്ഞ് വിജയിച്ച് കാണിക്കും. വെരി ഗുഡ്, അവന്റെ അത് വെരി നല്ല ഗുഡ്. മനസ്സിലേക്ക് കുത്തിയിട്ട് ഇപ്പം മുന്നോട്ട് പറയാൻ വേണ്ടി. ജീവിതം നിങ്ങളെ തകർക്കുമ്പോൾ വീണ്ടും എങ്ങനെ എഴുന്നേൽക്കാം? ചിലപ്പോഴൊക്കെ ജീവിതം നമ്മൾ അപ്പാടെ തകർത്ത് കളയും. കെട്ടിപ്പടുത്ത സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒരു നിമിഷം കൊണ്ട് കണ്ണിന് മുന്നിൽ തകർന്നടിയുമ്പോൾ ഇനി മുന്നോട്ട് എന്ത് എന്ന ചോദ്യം മാത്രം ബാക്കിയാകും. പക്ഷേ ഏറ്റവും മനോഹരമായ ശില്പങ്ങൾ ഉണ്ടാകുന്നത് കല്ലിന്മേൽ കഠിനമായ ഉളി കൊണ്ടുള്ള ചെത്തലുകൾ ഏൽക്കുമ്പോഴാണ്. നിങ്ങൾ കരുതുന്നത് ഒരു അവസാനമല്ല, നിങ്ങൾ തകരുന്നത് ഒരു അവസാനമല്ല, മറിച്ച് ഒരു പുനർജന്മത്തിൻ്റെ തുടക്കമാണ്. ഇരുളിലാണ് നക്ഷത്രങ്ങൾ ഉദിക്കുന്നത്. ജീവിതത്തിൽ ഇരുട്ട് പകരുമ്പോൾ ഭയപ്പെടരുത്. കാരണം ആ ഇരുട്ടിലാണ് നിങ്ങളുടെ ഉള്ളിലെ വെളിച്ചം എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിയുക. കനലിൽ വെന്തിരുകുമ്പോഴാണ് സ്വർണത്തിന് തിളക്കം കൂടുന്നത്. വീഴ്ചകൾ തയ്യാറെടുപ്പാണ്. പിന്നോട്ട് വലിയുന്ന ഒരു അമ്പ് കൂടുതൽ ദൂരേക്ക് കുതിച്ചുയരാൻ പോകുന്നതിൻ്റെ ലക്ഷണമാണ്. അതുപോലെ ഇപ്പോഴത്തെ നിങ്ങളുടെ ഈ തകർച്ച നാളെ നിങ്ങൾ നേടാൻ പോകുന്ന വലിയൊരു വിജയത്തിലേക്കുള്ള ദൂരമളക്കലാണ്. സ്വയം പടുത്തുയർത്തുക. തകർന്നടിഞ്ഞത് എന്തൊക്കെയാണോ അവയുടെ അവശിഷ്ടങ്ങൾക്കിടയിലിരുന്ന് കരയാതിരിക്കുക. വീണുപോയ അതേ മണ്ണിൽ നിന്ന് പുതിയൊരു കരുത്തോടെ കൂടുതൽ മനോഹരമായി നിങ്ങളെ തന്നെ വീണ്ടും പടുത്തുയർത്തുക. വേദനകൾ താൽക്കാലികമാണ്. തോറ്റു കൊടുക്കാത്ത മനസ്സിന് മുന്നിൽ തോറ്റുപോകാൻ മാത്രമേ പ്രതിസന്ധികൾക്ക് കഴിയൂ. തളർന്നു പോകുന്ന നിമിഷങ്ങളിൽ കണ്ണാടിയിൽ നോക്കി സ്വയം പറയുക, ഇതിലും വലിയ കൊടുങ്കാറ്റുകളെ ഞാൻ അതിജീവിച്ചതാണ്, ഇതും ഞാൻ മറികടക്കും. ഇതിലും വലിയ കൊടുങ്കാറ്റുകളെ ഞാൻ അതിജീവിച്ചതാണ്, ഇതും ഞാൻ മറികടക്കും. ചെളിയിൽ പൂണ്ടുപോയ താമരയാണ് പിന്നീട് തടാകത്തിലെ ഏറ്റവും മനോഹരമായ കാഴ്ചയായിട്ട് മാറുന്നത്. നിങ്ങളും ആ താമരയെ പോലെയാണ്. തകർച്ചകളിൽ നിന്ന് കൂടുതൽ കരുത്തോടെ, കൂടുതൽ ഭംഗിയോടെ നിങ്ങൾ തിരികെ വരിക തന്നെ ചെയ്യും. ഒരു കൊടുങ്കാറ്റിൽ എല്ലാം തകർന്ന് സ്വന്തം ജീവിതത്തിൻ്റെ അവശിഷ്ടങ്ങൾക്കിടയിലിരുന്ന് ഇനി എന്ത് എന്ന് വിങ്ങിപ്പൊട്ടുന്ന മനുഷ്യരുടെ ഉള്ളിലെ ആ നിശബ്ദമായ നിലവിളിക്ക് കാതോർക്കാനാണ് നാം ശീലിക്കേണ്ടത്. കാരണം ആ തകർച്ചയുടെ ആഴങ്ങളിൽ നിന്നാണ് വീണ്ടും ജീവിക്കാനുള്ള ഏറ്റവും കരുത്തുറ്റ പോരാട്ട വീര്യം ജന്മമെടുക്കുന്നത്. ചില രാത്രികളിൽ നമ്മൾ ഓർക്കാറില്ലേ,
ജീവിതം എത്ര മനോഹരമായ ഒരു കവിതയായിരുന്നു എന്ന്. കിനാവുകളുടെ വസന്തവും പ്രതീക്ഷകളുടെ പൂത്തുമ്പികളും പാറി നടന്ന സുന്ദരമായൊരു വസന്തകാലം നമുക്കുമുണ്ടായിരുന്നു. എന്നാൽ ആർക്കും പ്രവചിക്കാൻ കഴിയാത്ത ഏതോ ഒരു നിമിഷത്തില് വിധിയുടെ കരിനിഴൽ വീഴ്ത്തിക്കൊണ്ട് ആ കനൽ മഴ പെയ്തിറങ്ങി. ചിലപ്പോൾ ഒരു സന്ധ്യാനേരമാകാം, അല്ലെങ്കിൽ പാതിരാത്രിയുടെ നിശബ്ദതയിലാകാം നിങ്ങളുടെ ആകാശം ഇടിഞ്ഞു വീണത്. ഒരു പൂങ്കാവനം പോലെ നിങ്ങൾ നട്ട് നനച്ചുണ്ടാക്കിയ സാമ്രാജ്യം ഒരു നിമിഷം കൊണ്ട് ചാരമായിട്ട് മാറിയത്. നമുക്കൊന്ന് പിന്നോട്ട് നടക്കാം. ആരും കാണാതെ ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ച ആത്മാവിലെ ചോരയൊലിക്കുന്ന ആ മുറിവിലേക്ക് ഒന്ന് നോക്കാം. നിങ്ങളുടെ ജീവിതത്തിൻ്റെ പുസ്തകത്തില് കറുത്ത മഷി പടർന്ന ആ ഒരു ദിവസം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ആ കണ്ണീരിൻ്റെ ഓർമ്മ പുതുക്കാൻ നമുക്ക് 20 സെക്കൻഡ് കണ്ണുകൾ അടച്ചിട്ട് പൂർണ്ണമായിട്ട് നിശബ്ദരാകാം. ആ നിമിഷം നിങ്ങളുടെ ഉള്ളിൽ ഓർത്തെടുക്കാം. ക്ലോസ് യുവർ ഐസ്. ഈ നിശബ്ദതയിൽ നിങ്ങളുടെ ചുണ്ടുകൾ വിറച്ചോ? എല്ലാവരും കണ്ണുകൾ അടച്ചിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഇരുന്നിട്ട് വലത് കൈ ഇടത് നെഞ്ചിൽ വെച്ച് നോക്കാം. ഓർമ്മകൾ നിങ്ങളുടെ കണ്ണുകളിൽ, ആ ഓർമ്മകളെല്ലാം നിങ്ങളിൽ ഇങ്ങനെ വരുന്ന സമയത്ത് നനവ് പടർത്തുന്നുണ്ടോ? അത് നെഞ്ചിലെ പ്രാണനായി കൊണ്ടു നടന്ന ആള് ഇനി നിന്റെ ജീവിതത്തിൽ ഞാനില്ല എന്ന് പറഞ്ഞ് പടിയിറങ്ങിപ്പോയ ആ കറുത്ത ദിനമാണോ നിങ്ങൾ ഓർത്ത് വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടിയത്? അല്ലെങ്കിൽ വിയർപ്പും ചോരയും ഒഴുകി നിങ്ങൾ പടുത്തുയർത്തിയ സ്വപ്നങ്ങൾ സാമ്പത്തികത്തിൻ്റെ കയത്തിലേക്ക് മുങ്ങിത്താണുപോയ ആ നിമിഷമാണോ? വിശ്വസിച്ചവർ ചേർത്ത് പിടിച്ച് ഉമ്മ വെച്ചുകൊണ്ട് നിങ്ങളുടെ നെഞ്ചിലേക്ക് ചതിയുടെ കടാര ഇറക്കിയ ആ പകലാണോ? അതോ ആ ആയുസിൻ്റെ മുഴുവൻ പ്രതീക്ഷകളും തല്ലിക്കെടുത്തിക്കൊണ്ട് ആശുപത്രിയുടെ മുറിയിൽ വെച്ച് കേട്ട ആ ഒരു രോഗവിവരത്തിൻ്റെ ഞെട്ടലാണോ? ഇങ്ങനെ നിങ്ങളുടെ മനസ്സിലേക്ക് എന്താണ് ഇതുപോലെ എന്തൊക്കെയാണ് കടന്നു വരുന്നതെന്ന് നോക്കുക. നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് കരിഞ്ഞു പോയ ഇലകളെ നോക്കി വൃക്ഷങ്ങൾ കരയാറില്ല. കാരണം വസന്തം വീണ്ടും എത്തുമെന്ന് അതിനറിയാം. നമ്മളിൽ പലരും വിചാരിക്കുന്നത് ആ ദുരന്തമാണ് നമ്മളെ ഇല്ലാതാക്കിയത് എന്നാണ്. പക്ഷെ അവിടെയാണ് നമുക്ക് തെറ്റുന്നത്. ജീവിതത്തിൽ സംഭവിക്കുന്ന ദുരന്തങ്ങളല്ല നമ്മളെ തകർക്കുന്നത്, മറിച്ച് ആ ദുരന്തങ്ങളുടെ ചാരത്തിലിരുന്ന് നമ്മൾ സ്വയം നിർമ്മിച്ചെടുക്കുന്ന കഠിനമായ അർത്ഥങ്ങളാണ് നമ്മളെ ജീവനോടെ കൊല്ലുന്നത്. ഇതാണ് ഈ പ്രപഞ്ചം നമുക്ക് തരുന്ന ഏറ്റവും വലിയ ഉൾക്കാഴ്ച. ഇത് വെറും ഒരു മോട്ടിവേഷൻ ക്ലാസ് അല്ല. കാരണം തകർന്നിരിക്കുന്ന ഒരാളോട് നീ പോയി ജയിക്കൂ, നീ ശക്തനാണ് എന്ന് വെറുതെ പറയുന്നത് അവരെ പരിഹസിക്കുന്നത് പോലെയാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ജീവിതത്തിലെ ഏറ്റവും ഇരുണ്ട, ആർക്കും മനസ്സിലാകാത്ത ആ അവസ്ഥയെക്കുറിച്ചാണ്. ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ച, നിങ്ങൾ പോയപ്പോൾ നിങ്ങൾ കണ്ട ആ അവസ്ഥയെക്കുറിച്ചാണ്. തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ചുറ്റുമുള്ള ഈ ലോകത്തെ
ഒന്ന് മറക്കാം. നിങ്ങളുടെ കണ്ണുകളിലേക്ക് തന്നെ, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലേക്ക്, ഉൾക്കാഴ്ചയിലേക്ക് ഒന്ന് നോക്കുക. നിങ്ങളുടെ ജീവിതം പാടെ മാറിപ്പോയ, എല്ലാം തകിടം മറിഞ്ഞ ആ ഒരു ദിവസം നിങ്ങൾ ഓർക്കുന്നുണ്ടോ നോക്കുക. നമുക്കൊരു 20 സെക്കൻഡ് പൂർണ്ണമായിട്ട് നിങ്ങൾ അതിലേക്ക്, ആ ദിവസം, ആ നിമിഷം നിങ്ങളുടെ മനസ്സിലേക്ക് ഒന്ന് വരട്ടെ. ഓരോരുത്തർക്കും ഓരോരോ സിറ്റുവേഷനുകളായ ആവാം, ഓരോ വ്യക്തികളാവാം, എല്ലാം നിങ്ങളെ ഉള്ളിലേക്ക്, നിങ്ങളെ മനസ്സിലേക്ക് വരട്ടെ. ആ ആഴമേറിയ നിശബ്ദതയിൽ നിങ്ങളുടെ മനസ്സിൽ തെളിഞ്ഞത് എന്താണ്? ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങൾ തെളിഞ്ഞു വന്നിട്ടുണ്ടാവും. അത് നിങ്ങളുടെ ജോലി നഷ്ടപ്പെട്ട, ഇനി മുന്നോട്ട് എന്ത് എന്നറിയാതെ വഴിമുട്ടിയ ആ ദിവസമാണോ? വർഷങ്ങളോളം ജീവനായി കരുതിയ ഒരു ബന്ധം ഇനി ഒന്നിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന് പറഞ്ഞ് അവസാനിപ്പിച്ച ആ ദിവസമാണോ? സ്വന്തം ജീവനേക്കാൾ വിശ്വസിച്ച ഒരാള് നിങ്ങളെ ചതിച്ചുവെന്ന് തിരിച്ചറിഞ്ഞ ആ നിമിഷമാണോ? ഡോക്ടറുടെ മുറിയിൽ വെച്ച് കേൾക്കാൻ ആഗ്രഹിക്കാത്ത ആ ഒരു രോഗവിവരം നിങ്ങളെയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയോ തേടിയെത്തിയ ദിവസമാണോ? അല്ലെങ്കിൽ അധ്വാനിച്ചുണ്ടാക്കിയതെല്ലാം തകർന്ന് സാമ്പത്തികമായിട്ട് പാപ്പരായി പൂജ്യത്തിലേക്ക് വീണ ആ ദിവസമാണോ? നമ്മളിൽ ഭൂരിഭാഗം ആളുകളും വിചാരിക്കുന്നത് ആ സംഭവങ്ങളാണ് നമ്മളെ തകർത്തത് എന്നാണ്. പക്ഷെ അവിടെയാണ് നമുക്ക് തെറ്റുന്നത്. ജീവിതം നമ്മൾ ഒരിക്കലും ഒരു സംഭവത്തിലൂടെ നേരിട്ട് തകർക്കുന്നില്ല, മറിച്ച് ആ സംഭവത്തിന് നമ്മൾ നൽകിയ അർത്ഥം, മീനിങ് ആണ് നമ്മളെ തകർക്കുന്നത്. എനിക്ക് ജോലി പോയി എന്നതല്ല പ്രശ്നം. എനിക്ക് ജോലി പോയി, അതുകൊണ്ട് ഞാനൊരു പരാജയമാണ്, ഇനി എനിക്ക് ഒന്നിനും കഴിയില്ല എന്ന് നമ്മൾ സ്വയം നൽകുന്ന അർത്ഥമാണ് നമ്മളെ ജീവനോടെ കൊല്ലുന്നത്. ആ അർത്ഥത്തെ മാറ്റിയെടുക്കുക എന്നതാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. ശരീരത്തിൽ ഒരു എല്ല് പൊട്ടിയാൽ എക്സ്റേയിൽ കാണാം, പ്ലാസ്റ്റർ ഇടാം. എന്നാൽ ജീവിതം തകരുമ്പോൾ മനസ്സിനുള്ളിൽ 5 ഇൻവിസിബിൾ ഫ്രാക്ചേഴ്സ് ഉണ്ട്, അദൃശ്യമായ പൊട്ടലുകൾ. അത് പുറമേക്ക് ആർക്കും കാണാൻ കഴിയില്ല. നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നത് ഇതിൽ ഏത് ഫ്രാക്ചറാണ് അല്ലെങ്കിൽ ഏത് പൊട്ടലാണെന്ന് സ്വയം തിരിച്ചറിയുക. ഒന്നാമത്തെ ഫ്രാക്ചർ ഐഡന്റിറ്റി കൊളാപ്സ് ആണ്, അസ്തിത്വത്തിൻ്റെ തളർച്ച എന്ന് പറയും. നമ്മളിൽ ഭൂരിഭാഗം ആളുകളും ജീവിക്കുന്നത് ചില റോളുകളിലാണ്. ഞാൻ ഇന്ന കമ്പനിയിലെ മാനേജറാണ്, ഞാൻ ഇന്ന ആളുടെ പങ്കാളിയാണ്, ഞാൻ ഇന്ന ആളുടെ പങ്കാളിയാണ്, ഞാനൊരു വലിയ ബിസിനസ്സുകാരനാണ്. എന്നാൽ ഒരു ദിവസം ആ ജോലിയോ അല്ലെങ്കിൽ ആ ബന്ധമോ ആ ബിസിനസ്സോ ഇല്ലാതാകുമ്പോൾ നമ്മൾ ചോദിക്കും, ഇനി ഞാൻ ആരാണ്? റോള് നഷ്ടപ്പെടുമ്പോൾ പലർക്കും സ്വന്തം ഐഡന്റിറ്റി അഥവാ സെൽഫ് തന്നെ നഷ്ടപ്പെടുന്നു. കണ്ണാടിയിൽ നോക്കുമ്പോൾ അപരിചിതനായ ഒരാളെ പോലെ തോന്നും. ഇതാണ് ഒന്നാമത്തെ ഇൻവിസിബിൾ ഫ്രാക്ചർ, അതായത് അദൃശ്യമായ പൊട്ടൽ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഫ്രാക്ചർ ഇമോഷണൽ ഐസൊലേഷൻ, വൈകാരികമായ ഒറ്റപ്പെടൽ. നിങ്ങൾക്ക് ചുറ്റും കുടുംബമാകാം,
സുഹൃത്തുക്കൾ ഉണ്ടാകാം, സോഷ്യൽ മീഡിയയിൽ ആയിരക്കണക്കിന് ഫോളോവേഴ്സ് ഉണ്ടാകാം. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഭയങ്കരമായി ഒറ്റപ്പെട്ടു പോവുകയാണ്. എൻ്റെ ഈ വേദന, എൻ്റെ ഉള്ളിൽ ഈ ഭയം മനസ്സിലാക്കാൻ ഇവിടെ ആരുമില്ല എന്ന ചിന്ത നിങ്ങളെ വല്ലാതെ ശ്വാസം മുട്ടിക്കും. ആൾക്കൂട്ടത്തിന് നടുവിലും അനുഭവപ്പെടുന്ന ഭീകരമായ ഏകാന്തത. ഫ്രാക്ചർ 3, ഡിസിഷൻ പാരലൈസിസ്. തീരുമാനങ്ങൾ എടുക്കാനുള്ള പ്രാപ്തിയില്ലായ്മ. ഒരു വലിയ തകർച്ച ഉണ്ടാകുമ്പോൾ നമ്മുടെ ആത്മവിശ്വാസം പൂർണ്ണമായിട്ടും ഇല്ലാതാകും. അടുത്തതായിട്ട് എന്ത് ചെയ്യണം? ഏത് വഴി ഞാൻ തിരഞ്ഞെടുക്കണം? ഒരു ചെറിയ തീരുമാനം പോലും എടുക്കാൻ കഴിയാതെ മനസ്സ് മരവിച്ചു പോകും. ഞാൻ ചെയ്യുന്നതെല്ലാം തെറ്റായി പോകുമോ എന്ന ഭയം കാരണം ഒന്നും ചെയ്യാൻ കഴിയാതെ ഒരു സ്ഥാനത്ത് തന്നെ തങ്ങി നിൽക്കുന്ന അവസ്ഥ. 4ാമത്തെ ഫ്രാക്ചർ ഹോപ്പ് ഫാറ്റിക്. പ്രതീക്ഷകൾ നൽകിയ തളർച്ച. എല്ലാം ശരിയാവും എന്ന് മറ്റുള്ളവർ വന്ന് പറയുമ്പോൾ ദേഷ്യം തോന്നും. കാരണം എന്താ? വീണ്ടും പ്രതീക്ഷിക്കാനും വീണ്ടും സ്വപ്നം കാണാനുമുള്ള എനർജി, അതായത് ഊർജം നിങ്ങളുടെ മനസ്സിന് ഇല്ലാതായിട്ടുണ്ടാകും. പ്രതീക്ഷിച്ച് മടുത്തുപോയ അവസ്ഥയാണിത്. പ്രതീക്ഷ പോലും നിങ്ങളെ ഭയപ്പെടുത്താൻ തുടങ്ങും. കാരണം വീണ്ടും തകരുമോ എന്ന പേടിയാണ്. 5ാമത്തെ ഫ്രാക്ചർ മീനിങ് ലോസ്, അർത്ഥശൂന്യത. ഇതാണ് ഏറ്റവും അപകടകരമായ ഘട്ടം. ഇനി ജീവിച്ചിട്ട് എന്ത് കാര്യം? എന്തിനാണ് ഞാൻ ഈ വേദനയൊക്കെ സഹിക്കുന്നത്? ഇങ്ങനെയൊക്കെയുള്ള ചിന്ത വരികയാണ്. ജീവിതത്തിൻ്റെ ഉദ്ദേശം തന്നെ നഷ്ടപ്പെട്ട് ദിവസങ്ങൾ തള്ളി നീക്കുന്ന അവസ്ഥ. ഈ 5 ഫ്രാക്ചേഴ്സ് നമ്മൾ ഇന്ന് അഭിമുഖീകരിക്കാൻ പോവുകയാണ്. ഒരു തകർച്ച ഉണ്ടാകുമ്പോൾ അത് ആ ഒരു മേഖലയിൽ മാത്രം ഒതുങ്ങി നിൽക്കില്ല. ശാന്തമായ ഒരു കുളത്തിലേക്ക് ഒരു കല്ലെടുത്തിട്ടാൽ എന്താണ് സംഭവിക്കുക? ആ കല്ല് വീഴുന്നത് ഒരിടത്താണ്, പക്ഷെ അതിൻ്റെ അലയൊലികള് ആ കുളത്തിൻ്റെ അരികുകൾ വരെ പടരും. ഇതാണ് നമ്മുടെ ജീവിതത്തിലും സംഭവിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ റിപ്പിൾ എഫക്റ്റ് എന്ന് പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ സംഭവം നടക്കുന്നു, ഉദാഹരണത്തിന് സാമ്പത്തിക തകർച്ച. അത് ഉടനെ തന്നെ നിങ്ങളുടെ ചിന്തകളെ ബാധിക്കുന്നു. എപ്പോഴും നെഗറ്റീവ് ചിന്തകൾ മാത്രം. ചിന്തകൾ മാറുമ്പോൾ അത് കടുത്ത ഭയവും സങ്കടവുമായിട്ട് മാറും. അതായത് വികാരങ്ങളായി മാറും. ഈ വികാരങ്ങൾ മനസ്സിൽ മാത്രം നിൽക്കില്ല, അത് നിങ്ങളുടെ ശരീരത്തിലേക്ക് പടരും. ഉറക്കമില്ലായ്മ, നെഞ്ചിരിച്ചില്, വിറയല്, കടുത്ത ക്ഷീണം. ശരീരം തളരുമ്പോൾ നിങ്ങൾ പങ്കാളിയോടും മക്കളോടും ദേഷ്യപ്പെടാൻ തുടങ്ങും. അതോടെ നിങ്ങളുടെ ബന്ധങ്ങൾ വലിഞ്ഞു മുറുകും. കുടുംബത്തിൽ സമാധാനമില്ലാതാകുമ്പോൾ അത് നിങ്ങളുടെ കരിയറിനെ ബാധിക്കും. ജോലിയിൽ ശ്രദ്ധിക്കാൻ പറ്റാതെ വരും. കരിയർ തകരുമ്പോൾ നിങ്ങളുടെ ഭാവി ഇരുളടഞ്ഞതായി തോന്നും. ഒടുവിൽ അത് നിങ്ങളുടെ ഐഡന്റിറ്റിയെ, അതായത് ഞാനൊരു പരാജയമാണെന്ന ചിന്തയെ പൂർണ്ണമായും ഉറപ്പിക്കും. നോക്കൂ, ഒരു സാമ്പത്തിക പ്രശ്നം എങ്ങനെയാണ് നിങ്ങളുടെ ശരീരത്തെയും ബന്ധങ്ങളെയും നിങ്ങളുടെ
അസ്തിത്വത്തെയും വരെ തകർത്ത് കളഞ്ഞത്. ഈ റിപ്പിൾ എഫക്റ്റിനെ എവിടെയെങ്കിലും വെച്ച് മുറിച്ച് മാറ്റിയേ തീരും. ഈ റിപ്പിൾ എഫക്റ്റിനെ തടയാനും തകർച്ചയിൽ നിന്ന് പൂർണ്ണമായി എഴുന്നേൽക്കാനും നമുക്ക് 7 ആഴത്തിലുള്ള ഘട്ടങ്ങളിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. ഇത് മനഃശാസ്ത്രപരമായി തെളിയിക്കപ്പെട്ട ഒരു പുതിയ ഫ്രെയിം വർക്കാണ്. ലെയർ 1, ഒന്നാമത്തെ ലെയറാണ് അക്സെപ്റ്റ്, യാഥാർത്ഥ്യത്തെ സ്വീകരിക്കുക. യാഥാർത്ഥ്യത്തെ സ്വീകരിക്കുക. നമ്മുടെ പകുതി സങ്കടവും വരുന്നത് യാഥാർത്ഥ്യത്തോട് പോരാടുന്നത് കൊണ്ടാണ്. യാഥാർത്ഥ്യത്തോട് പോരാടുന്നത് കൊണ്ടാണ്. എനിക്ക് ഇത് സംഭവിക്കാൻ പാടില്ലായിരുന്നു, അവൻ എന്നോടിത് ചെയ്യാൻ പാടില്ലായിരുന്നു. ഈ ചിന്തകൾ നിങ്ങളെ ഭൂതകാലത്തിൽ തളച്ചിടും. സംഭവിച്ചത് സംഭവിച്ചു. റിയാലിറ്റിയെ എതിർക്കുന്നത് നിർത്തുക. അത് വേദനയാണെങ്കിലും അതിനെ പൂർണ്ണമായിട്ട് അംഗീകരിക്കുക. രണ്ടാമത്തെ ലെയർ ഒബ്സർവ് ആണ്, നിരീക്ഷിക്കുക. നിങ്ങളുടെ ഉള്ളിലെ വികാരങ്ങളെ ദൂരെ നിന്ന് ഒരു മൂന്നാമതൊരാളായിട്ട് നോക്കി കാണുക. വികാരം കാണുക, വികാരമാകരുത്, അത് ഉള്ളിലോട്ടെടുക്കരുത്. ഒബ്സർവ് ദ ഇമോഷൻ, ഡോണ്ട് ബിക്കം ദ ഇമോഷൻ. ഞാൻ കടുത്ത ദേഷ്യത്തിലാണ് എന്ന് പറയുന്നതിന് പകരം എൻ്റെ ഉള്ളിൽ ഇപ്പോൾ ദേഷ്യം എന്നൊരു വികാരം വരുന്നുണ്ട് എന്ന് തിരിച്ചറിയുക. നിങ്ങൾ വികാരമല്ല, നിങ്ങൾ അതിനെ അറിയുന്ന വെറും സാക്ഷിയാണ്. മൂന്നാമത്തെ ലെയർ റിലീസാണ്, പുറത്ത് വിടുക. കണ്ണീരും സങ്കടവും ഉള്ളിൽ അമർത്തി വെക്കുന്നത് ഒരു ടൈം ബോംബ് സൂക്ഷിക്കുന്നത് പോലെയാണ്. കരയണം എന്ന് തോന്നുമ്പോൾ കരയാം. പേപ്പറിൽ എഴുതി കൂട്ടുക. ഉള്ളിലുള്ള ആ ഭാരത്തെ പൂർണ്ണമായിട്ട് പുറത്തു വിടുക. റിലീസ് ചെയ്യാത്ത വികാരങ്ങൾ ശരീരത്തില് രോഗങ്ങളായിട്ട് മാറും. നാലാമത്തെ ലെയർ റീകണക്റ്റ്, വീണ്ടും ബന്ധപ്പെടുക. തകർച്ചയിൽ നമ്മൾ എല്ലാവരിൽ നിന്നും ഒളിച്ചോടും. തകർച്ചയിൽ നിന്ന് നമ്മൾ എല്ലാവരിൽ നിന്നും ഒളിച്ചോടും. എന്നാൽ ഈ ഘട്ടത്തിൽ നമ്മൾ വീണ്ടും കണക്ട് ചെയ്യണം. ഒന്നാമതായി സ്വന്തം ആത്മാവിനോട്, രണ്ടാമതായിട്ട് നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന കുടുംബത്തോട്, മൂന്നാമതായിട്ട് നിങ്ങളുടെ യഥാർത്ഥ ജീവിത ലക്ഷ്യത്തോട്. അഞ്ചാമത്തെ ലെയർ റീബിൽഡ്, ചെറിയ വിജയങ്ങളാണ്. ഇവിടെ വെച്ച് നമ്മൾ വലിയ കോട്ടങ്ങളൊന്നും, ഇവിടെ വെച്ചിട്ട് നമ്മൾ വലിയ വലിയ കോട്ടകളൊന്നും പണിയാൻ നിൽക്കരുത്. ദിവസവും രാവിലെ കൃത്യസമയത്ത് എഴുന്നേൽക്കുക, 10 മിനിറ്റ് നടക്കുക, 1 ഗ്ലാസ് വെള്ളം കുടിക്കുക. ഇങ്ങനെ തുടങ്ങിയ വളരെ ചെറിയ വിജയങ്ങൾ, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വിജയങ്ങൾ ശീലിക്കുക. ഇത് നിങ്ങളുടെ തലച്ചോറിന് എനിക്ക് കാര്യങ്ങൾ നിയന്ത്രിക്കാൻ കഴിയുമെന്ന സന്ദേശം നൽകും. പിന്നെ ആറാമത്തെ ലെയർ റീഫ്രെയിം, പുതിയ അർത്ഥം നൽകുക. നടന്ന ദൗർഭാഗ്യകരമായ സംഭവത്തിന് ഒരു പുതിയ അർത്ഥം നൽകുക. ആ ചതി എന്നെ തകർത്തു കളഞ്ഞു എന്നതിന് പകരം ആ ചതി എന്നെ ആളുകളെ തിരിച്ചറിയാൻ പഠിപ്പിച്ചു, എന്നെ കൂടുതൽ ശക്തനാക്കി എന്ന് ചിന്തയെ മാറ്റി എഴുതുക. ഏഴാമത്തെ ലെയർ റൈസ്, ഉയർന്നു പറക്കുക. ഇപ്പോൾ നിങ്ങൾ പഴയ ആളല്ല, ഒരു പുതിയ മനുഷ്യനാണ്. കൂടുതൽ അനുഭവ സമ്പത്തുള്ള, കൂടുതൽ ആഴമുള്ള ഒരു പുതിയ ജീവിതം
ഇവിടെ വെച്ച് നിർമ്മിക്കാൻ ആരംഭിക്കുക. ഒരു മഹാ ദുരന്തത്തിൻ്റെ അവശിഷ്ടങ്ങൾക്ക് മുകളിൽ നിൽക്കുമ്പോൾ ശൂന്യതയിൽ നിന്ന് വീണ്ടും ജീവിതം കെട്ടിപ്പടുക്കുക എന്നത് അങ്ങേയറ്റം കഠിനമാണ്, വേദനാജനകമാണ്. നിങ്ങളെ പ്രാണനേക്കാൾ സ്നേഹിച്ച, സകലതും തകർത്തു തരിപ്പണമാക്കിയ നിങ്ങളുടെ കാൽക്കൽ കിടക്കുമ്പോൾ അല്ലെങ്കിൽ ശ്വാസമെടുക്കാൻ പോലും ഭയം തോന്നാം. എന്നാൽ ഓർക്കുക, നിങ്ങളുടെ കാൽക്കൽ കിടക്കുമ്പോൾ ശ്വാസമെടുക്കാൻ പോലും ഭയം തോന്നാം. ആ ശൂന്യത ഒരു ശാപമല്ല, മറിച്ച് നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾക്കിഷ്ടമുള്ള രീതിയിൽ മാറ്റിയെഴുതാൻ പ്രകൃതി തന്ന വലിയൊരു ക്യാൻവാസാണ്. ഒരു വൻ വൃക്ഷം കടപുഴകി വീണാൽ ആ മണ്ണ് അവിടെ തീർന്നു പോകില്ല. വേരറ്റ ആ മണ്ണിൽ നിന്ന് പുതിയ മുളകൾ കൂടുതൽ കരുത്തോടെ സൂര്യനിലേക്ക് കൈകൾ നീട്ടാറുണ്ട്. അതുപോലെ നിങ്ങളുടെ തകർച്ചകളെ ഒരു ശ്മശാനമായല്ല, മറിച്ച് പുതിയൊരു ജീവിതത്തിൻ്റെ പ്രസവമുറിയായാണ് നിങ്ങൾ കാണേണ്ടത്. അവിടെയാണ് പുനർനിർമ്മാണം ആരംഭിക്കുന്നത്. ഇതിനായി നിങ്ങൾ ഒറ്റയടിക്ക് ഹിമാലയം കീഴടക്കാൻ ആഗ്രഹിക്കേണ്ടതില്ല. തകർന്നടിഞ്ഞ മനസ്സിന് താങ്ങാൻ കഴിയുന്ന ചെറിയ ലക്ഷ്യങ്ങൾ മാത്രം ആദ്യം നിശ്ചയിക്കുക. ഈ അടുത്ത 1 മണിക്കൂർ ഞാൻ എങ്ങനെ അതിജീവിക്കും, ഇന്ന് ഞാൻ ചെയ്യേണ്ട ഈ ഒരൊറ്റ കാര്യം എങ്ങനെയെങ്കിലും പൂർത്തിയാക്കും, ഇങ്ങനെയുള്ള ചെറിയ തീരുമാനങ്ങൾ എടുക്കുക. ആ ചെറിയ വിജയങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ കെട്ടുപോയ ആത്മവിശ്വാസത്തിൻ്റെ കനലുകളെ വീണ്ടും വീണ്ടും ഊതിക്കാച്ചും. ആ കനലുകളിൽ നിന്ന് വേണം പുതിയൊരു വസന്തം കെട്ടിപ്പടുക്കാൻ. പഴയ വഴികളിലെല്ലാം പഴയ വഴികളെല്ലാം അടഞ്ഞെങ്കിൽ അവിടെ തിരിഞ്ഞു നിന്ന് കണ്ണീരൊഴുക്കുന്നതിൽ അർത്ഥമില്ല. അടഞ്ഞ വാതിലുകൾക്ക് മുന്നിൽ കാവൽ നിൽക്കാതെ നിങ്ങളെ കാത്തിരിക്കുന്ന പുതിയ ജനലുകൾ തുറക്കുക. ജീവിതം ചിലപ്പോൾ നമ്മിൽ നിന്ന് വിലപ്പെട്ട പലതും കവർന്നു കൊണ്ടുപോകുന്നത് നമ്മുടെ കൈകൾ ശൂന്യമാക്കാൻ വേണ്ടിയല്ല, മറിച്ച് അതിനേക്കാൾ സുന്ദരവും അർഹവുമായ മറ്റൊന്ന് നമ്മുടെ കൈകളിൽ വെച്ച് തരാൻ വേണ്ടിയാണ്. അതുകൊണ്ട് നിങ്ങൾ ഓർക്കുക, തകർച്ചകൾ ഒരിക്കലും ഒരു അവസാനമല്ല, മറിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മാസ്മരികമായ ഒരു അധ്യായത്തിൻ്റെ ആമുഖം മാത്രമാണ്. പ്രതിസന്ധികളുടെ കൊടുങ്കാറ്റിൽ വേരറ്റു പോകാതെ കാറ്റിൻ്റെ ദിശയ്ക്കനുസരിച്ച് വളഞ്ഞ് വീണ്ടും നിവർന്നു നിൽക്കാനുള്ള ആത്മബലത്തെയാണ് നമ്മൾ പ്രതിരോധം എന്ന് വിളിക്കുന്നത്. അത് മനുഷ്യൻ്റെ ഉള്ളിലെ ഏറ്റവും ദിവ്യമായ കരുത്താണ്. ജീവിതം നിങ്ങളെ എത്ര വട്ടം നിലം പരിശാക്കിയാലും അത്രയും വട്ടം കൂടുതൽ ഗാംഭീര്യത്തോടെ, കൂടുതൽ രൗദ്രഭാവത്തോടെ തിരിച്ച് എഴുന്നേൽക്കുക. നിങ്ങളെ ചവിട്ടിത്താത്താൻ നോക്കുന്ന ലോകത്തിന് മുന്നിൽ ഒരു ചോദ്യ ചിഹ്നമായിട്ടല്ല, ഒരു വിസ്മയമായി വേണം നിങ്ങൾ നിവർന്നു നിൽക്കാൻ. നിങ്ങളെ തകർക്കാൻ വരുന്ന ദുരന്തങ്ങൾ നിങ്ങളെ ഇല്ലാതാക്കാനുള്ളതല്ല, മറിച്ച് നിങ്ങളുടെ ആത്മാവിൻ്റെ യഥാർത്ഥ തിളക്കം പുറത്തെടുക്കാനുള്ളതാണ്. ഒരു കരിങ്കല്ല് ശില്പിയുടെ ഉളിയുടെ കഠിനമായ പ്രഹരങ്ങളേൽക്കുമ്പോഴാണ് അത് ആരാധിക്കപ്പെടുന്ന ഒരു വിഗ്രഹമായിട്ട് മാറുന്നത്.
ഒരു ഇരുമ്പ് കഷ്ണം ചുട്ടുപടുത്ത തീച്ചൂളയിൽ വെന്തുരുകി അടരുകളായിട്ട് തല്ലിച്ചതയ്ക്കപ്പെടുമ്പോഴാണ് അത് നല്ല മൂർച്ചയേറിയ ഒരു വാളായിട്ട് രൂപാന്തരപ്പെടുന്നത്. നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ കഷ്ടപ്പാടുകൾ നിങ്ങളെ ദ്രവിപ്പിച്ച് കളയാനുള്ളതല്ല, നിങ്ങളെ ഒന്നിനും തകർക്കാൻ കഴിയാത്ത വിധം വാർത്തെടുക്കാനുള്ള തീച്ചൂളയാണ്. നിങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്ന ഈ കഠിനമായ വേദന, ഈ അന്ധകാരം, ഒടുക്കത്തെ ഇരുട്ടല്ല, ഇത് താൽക്കാലികം മാത്രമാണ്. ഈ നിമിഷവും കടന്നു പോകും, ഈ നിമിഷവും കടന്നു പോകും. എത്ര വലിയ കറുത്ത രാത്രിയാണെങ്കിലും അതിനൊരു പ്രഭാതമുണ്ടാകുമെന്നത് പ്രകൃതിയുടെ മാറ്റമില്ലാത്ത നിയമമാണ്. സൂര്യൻ അസ്തമിക്കുന്നത് നാളെ മുതൽ പ്രകാശത്തോടെ ഉദിച്ചുയരാൻ വേണ്ടിയാണ്. ആ പ്രഭാതത്തിൻ്റെ വെളിച്ചം നിങ്ങളുടെ കണ്ണുകളിൽ പതിക്കുന്നതുവരെ പോരാടാനുള്ള വീര്യവും സഹിക്കാനുള്ള ക്ഷമയും നിങ്ങളുടെ നെഞ്ചിൽ നിന്ന് ആർക്കും വിട്ടുകൊടുക്കരുത്. നിങ്ങളുടെ ഉള്ളിലെ ആ ജ്വാല അണയാതെ സൂക്ഷിക്കുക. വിജയം നിങ്ങളുടെ കൈകളിൽ വന്നെത്തുക തന്നെ ചെയ്യും. നമ്മുടെ ഉള്ളിലെപ്പോഴും രണ്ട് മനുഷ്യരുണ്ട്. ഒന്ന് തകർന്നു പോയ ഭയപ്പെടുന്ന ഒരു കുട്ടി, രണ്ട് എന്തും നേരിടാൻ ശേഷിയുള്ള നമ്മുടെ ഭാവി രൂപം. ഇതിനെ സമന്വയിപ്പിക്കാൻ ഒരു അത്ഭുത സാങ്കേതിക വിദ്യ ഞാൻ പറഞ്ഞു തരാം. ഇമോഷണൽ ഇൻ്റഗ്രേഷൻ ടെക്നിക്ക്. നിങ്ങളുടെ മുറിയിൽ 2 കസേരകൾ അടുത്തടുത്തായിട്ട് ഇടുക. നിങ്ങൾ ഇപ്പം തന്നെ 2 കസേര ഇട്ടതായിട്ട് സങ്കല്പിക്കുക. 2 കസേര, ഒരു കസേര മുമ്പിൽ വേറൊരു കസേര. ഈ കസേരയിൽ ഇരിക്കുമ്പോൾ, ഒന്നാമത്തെ ചെയറിൽ നിങ്ങൾ ഇരിക്കുമ്പോൾ, നിങ്ങൾ നിങ്ങളുടെ കടുത്ത സങ്കടവും ഭയവും നിരാശയും പൂർണ്ണമായിട്ട് പ്രകടിപ്പിക്കുക. ആ തകർന്ന മനുഷ്യനായിട്ട് മാറുക. രണ്ടാമത്തെ കസേരയിൽ അവിടുന്ന് എഴുന്നേറ്റ് നിങ്ങൾ രണ്ടാമത്തെ കസേരയിലേക്ക് വരിക. അവിടെ വന്നിരിക്കുക. ഇത് നിങ്ങളുടെ എല്ലാ പ്രതിസന്ധികളും അതിജീവിച്ച് 5 വർഷത്തിന് ശേഷം നിൽക്കുന്ന ശക്തനായ അല്ലെങ്കിൽ ശക്തയായ രൂപമാണ്. ഈ കസേരയിൽ ഇരുന്നു കൊണ്ട് ആ ഒന്നാമത്തെ കസേരയിലിരിക്കുന്ന തകർന്ന മനുഷ്യനോട് സംസാരിക്കുക. അവന് ധൈര്യം കൊടുക്കുക, അവനെ ആശ്വസിപ്പിക്കുക, വഴി കാണിച്ചു കൊടുക്കുക. ഈ 2 കസേരകളിലും മാറി മാറി ഇരുന്ന് സംസാരിക്കുമ്പോൾ, ഒരു കസേരയിൽ നമ്മൾ ഇരുന്നു, ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തു, അടുത്ത കസേരയിൽ ഇരുന്നു. ആ പോസിറ്റീവായ ഇയാളെ ആശ്വസിപ്പിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യാം. ആ ഒരു വിഷ്വൽ കൊടുത്തുകൊണ്ടിരിക്കുക. നിങ്ങളുടെ ഉള്ളിലെ മുറിവേറ്റ ഭാഗവും ശക്തമായ ഭാഗവും തമ്മിലൊരു പുനഃസംയോജനം നടക്കും. നെഗറ്റീവ് എനർജിയും പോസിറ്റീവ് എനർജിയും തമ്മിൽ നിങ്ങളുടെ ഉള്ളിലെ യഥാർത്ഥ ഹീറോ ഉണരുകയും ചെയ്യും. ഇനി നമുക്ക് മുന്നോട്ട് പോകണം. വെറുതെ ഇരുന്നാൽ പോരാ, ജീവിതം വീണ്ടും പണിയണം. അതിനായി 7 പില്ലേഴ്സ് നമ്മുടെ മുന്നിലുണ്ട്. ഓരോ പില്ലറിലും വലിയ കാര്യങ്ങളല്ല, ഒരൊറ്റ ആക്ഷൻ മാത്രം തീരുമാനിക്കുക.
ഒന്നാമത്തേത് ഹെൽത്താണ്. ദിവസവും 20 മിനിറ്റ് ശരീരത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുക. രണ്ടാമത്തേത് മൈൻഡാണ്. ദിവസവും 10 മിനിറ്റ് ശാന്തമായിട്ടിരുന്ന് മെഡിറ്റേഷനോ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുകയോ ചെയ്യാം. മൂന്നാമത്തേത് ഇമോഷനാണ്. ദിവസവും രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് 5 നല്ല കാര്യങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയുകയോ എഴുതുകയോ ചെയ്യാം. നാലാമത്തേത് റിലേഷൻഷിപ്പാണ്. നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയോട് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഹൃദയം തുറന്ന് സംസാരിക്കുക. അഞ്ചാമത്തേത് ഫിനാൻസ് ആണ്. കടങ്ങൾ വീട്ടാനും പുതിയൊരു അനുസരിച്ച് പുതിയൊരു വരുമാനത്തിനുമായിട്ട് ഇന്ന് ചെയ്യാൻ കഴിയുന്ന ഒരു ചെറിയ കാര്യം ചെയ്യാം. കടങ്ങൾ വീട്ടാനും പുതിയൊരു വരുമാനത്തിനുമായിട്ട് ഇന്ന് എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഒരു ചെറിയ കാര്യം അതിന് വേണ്ടിയിട്ട് ചെയ്യാം. പിന്നെ പേർപ്പസ്, ലക്ഷ്യം. നിങ്ങളുടെ ജീവിതത്തിൻ്റെ വലിയ ലക്ഷ്യത്തിലേക്ക് ദിവസവും ഒരു പടി മുന്നോട്ട് വെക്കുക. ഏഴാമത്തേത് കോൺട്രിബ്യൂഷൻ, സഹായം. നിങ്ങളെക്കാൾ സങ്കടപ്പെടുന്ന ഒരാൾക്കെങ്കിലും ഒരു ചെറിയ സഹായമെങ്കിലും ചെയ്യാം. കാറ്റും കോളും നിറഞ്ഞ ഒരു വലിയ കൊടുങ്കാറ്റുണ്ടായി. ആ കാട്ടിലെ വലിയൊരു മരം ആടി ഉലഞ്ഞ് അതിൻ്റെ ശാഖകൾ ഒടിഞ്ഞു തൂങ്ങി, ഇലകൾ കൊഴിഞ്ഞുപോയി. കാറ്റ് കണ്ടിട്ട് എല്ലാവരും വിചാരിച്ചു ആ മരം ഇപ്പോൾ വീഴുമെന്ന്. പക്ഷേ കൊടുങ്കാറ്റടങ്ങിയപ്പോൾ ആ മരം വീണില്ല. അത് കൂടുതൽ ശക്തമായി അവിടെ തന്നെ നിന്നു. കാരണം എന്താണെന്നറിയാമോ? മുകളിൽ ശക്തമായ കാറ്റടിച്ച് ശാഖകൾ ഉലഞ്ഞപ്പോൾ ആ മരം ചെയ്തത് ഒന്ന് മാത്രം. അത് മണ്ണിലേക്ക് അതിൻ്റെ വേരുകൾ കൂടുതൽ ആഴത്തിലേക്ക് ഇറക്കി വിടുകയായിരുന്നു. അതുപോലെ ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അടിക്കുന്ന ഈ കൊടുങ്കാറ്റ് നിങ്ങളെ തകർത്തു തരിപ്പണമാക്കാൻ വന്നതല്ല. നിങ്ങളുടെ ആത്മവിശ്വാസത്തിൻ്റെ, നിങ്ങളുടെ ഉൾക്കരുത്തിൻ്റെ വേരുകൾ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ആഴങ്ങളിലേക്ക് ഇറക്കാൻ വേണ്ടി വന്നതാണ്. പലപ്പോഴും നമ്മൾ തകർന്നിരിക്കുമ്പോൾ ഈ ലോകം നമ്മളെ നോക്കി ചോദിക്കാറുണ്ട്, ഇനി ഇവൻ അല്ലെങ്കിൽ ഇവൾ എന്ത് ചെയ്യും? എല്ലാം കഴിഞ്ഞില്ലേ എന്ന്. ഒരു പക്ഷേ നിങ്ങളുടെ സ്വന്തം മനസ്സ് പോലും നിങ്ങളോട് അത് പറഞ്ഞിട്ടുണ്ടാകാം. എന്നാൽ ഇന്ന് ഈ നിമിഷത്തില് നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കി നിങ്ങൾ ഉറപ്പിച്ച് പറയണം, ഇത് എൻ്റെ അവസാനമല്ല, ഇത് എൻ്റെ വരും കാല ചരിത്രത്തിന്റെ ആമുഖം മാത്രമാണ്. മനോഹരമായ ഒരു വരിയുണ്ട്. അവർ എന്നെ മണ്ണിലിട്ട് മൂടി, ഞാൻ തീർന്നുപോയി എന്നവർ കരുതി, എന്നാൽ ഞാനൊരു വിത്തായിരുന്നു എന്നവർ അറിഞ്ഞില്ല. അതേ, നിങ്ങളെ തകർത്തെറിഞ്ഞ പ്രതിസന്ധികൾ, നിങ്ങളെ ചതിച്ച മനുഷ്യര്, നിങ്ങളെ ഒറ്റപ്പെടുത്തിയ സാഹചര്യങ്ങൾ, നിങ്ങളെ തകർത്തെറിഞ്ഞ പ്രതിസന്ധികൾ, നിങ്ങളെ ചതിച്ച മനുഷ്യർ, നിങ്ങളെ ഒറ്റപ്പെടുത്തിയ സാഹചര്യങ്ങൾ, അവരെല്ലാം നിങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടി മണ്ണിലിട്ട് മൂടുകയായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നാം. എന്നാൽ പ്രപഞ്ചത്തിന്റെ നിയമം മറ്റൊന്നാണ്. മണ്ണിൽ വീഴുന്ന വിത്ത് ഉരുകിത്തീരാനല്ല, മണ്ണിലെ ഇരുട്ടിനെ കീറി മുറിച്ചുകൊണ്ട് സൂര്യപ്രകാശത്തിലേക്ക് ഒരു വൻ വൃക്ഷമായിട്ട് വളർന്നുയരാനാണ്. നിങ്ങളൊരു വിത്താണ്. നിങ്ങളുടെ ഉള്ളിൽ ഒരു വൻ മരം ഒളിഞ്ഞിരിപ്പുണ്ട്. നിങ്ങളെ മൂടിയ ആ മണ്ണിൽ നിന്ന്, ആ ഇരുട്ടിൽ നിന്ന് നിങ്ങൾ
മുളച്ച് പൊന്തുക തന്നെ ചെയ്യും. ജീവിതം ചിലപ്പോൾ നമ്മളോട് വളരെ ക്രൂരമായിട്ട് പെരുമാറാറുണ്ട്. നാം നെഞ്ചോട് ചേർത്തു വെച്ച പലതും അത് തട്ടിപ്പറിച്ചോണ്ട് പോകും. ഒരു ചിത്രകാരന്റെ ക്യാൻവാസിൽ അബദ്ധത്തിൽ കറുത്ത മഷി വീഴുന്നത് പോലെയാണത്. ആ കറുത്ത വര കണ്ട് സാധാരണക്കാരൻ പറയും ആ ചിത്രം നശിച്ചു എന്ന്. എന്നാൽ ഒരു യഥാർത്ഥ കലാകാരൻ ആ കറുത്ത വരയെ കൂടി ഉപയോഗിച്ച് അതിലും മനോഹരമായ ഒരു ആകാശവും മലനിരകളും ആ ക്യാൻവാസിൽ വരച്ചു ചേർക്കും. നിങ്ങളുടെ ജീവിതത്തിൽ വീണ ആ കറുത്ത മഷി നിങ്ങളെ നശിപ്പിക്കാൻ വന്നതല്ല. നിങ്ങളുടെ ജീവിതം എന്ന കാവ്യത്തെ അതിമനോഹരമായി മാറ്റി എഴുതാൻ ദൈവം അല്ലെങ്കിൽ സൃഷ്ടാവ്, ഈ പ്രപഞ്ചം നിങ്ങൾക്ക് തന്ന ഒരു അവസരമാണ്. തോൽവികളിൽ നിന്ന് പഠിച്ച പാഠങ്ങളോളം വലിയൊരു ജ്ഞാനം ഈ ഭൂമിയിൽ ഒരു സർവകലാശാലയും നിങ്ങൾക്ക് നൽകില്ല. ചതിക്കപ്പെടുമ്പോൾ നിങ്ങൾ മനുഷ്യരെ തിരിച്ചറിയുന്നു. വീഴുമ്പോൾ നിങ്ങൾ ഭൂമിയുടെ കാഠിന്യവും നിങ്ങളുടെ കാലുകളുടെ കരുത്തും തിരിച്ചറിയുന്നു. ഇനി ഒളിച്ചോടരുത്. ആ തകർച്ചയുടെ ഓർമ്മകളിലിരുന്ന് ഇനി കണ്ണീരൊഴുക്കരുത്. കണ്ണുനീർ നിങ്ങളുടെ കണ്ണുകളെ അന്ധമാക്കുകയുള്ളൂ. എന്നാൽ ആ കണ്ണീരിനെ തുടച്ചു മാറ്റി നിങ്ങൾ മുന്നോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മുന്നിൽ തെളിയുന്നത് അനന്തമായ സാധ്യതകളുടെ ഒരു പുത്തൻ ലോകമാണ്. ഈ ക്ലാസ് കഴിഞ്ഞ് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു പുതിയ മനുഷ്യനായിരിക്കണം. നിങ്ങളെ തകർത്ത സംഭവങ്ങളുടെ ഇരയായിട്ടല്ല, മറിച്ച് ആ സാഹചര്യങ്ങളെ ചവിട്ടി മെതിച്ച് ജയിച്ചു വന്ന ഒരു പോരാളിയായിട്ടായിരിക്കണം നിങ്ങൾ ഇനി ജീവിക്കേണ്ടത്. നിങ്ങളുടെ തകർന്ന ഐഡന്റിറ്റി, നിങ്ങളുടെ വൈകാരികമായ ഒറ്റപ്പെടല്, തീരുമാനങ്ങൾ എടുക്കാനുള്ള ഭയം, ഇവയെല്ലാം ഇന്ന് ഇവിടെ ഈ നിമിഷത്തിൽ അവസാനിക്കുകയാണ്. ഇന്ന് നമ്മൾ പഠിച്ച 7 റിക്കവറി ലെയേഴ്സ് വെറും ഒരു അറിവല്ല, അത് നിങ്ങളുടെ കയ്യിലെ ആയുധങ്ങളാണ്. ഇരുണ്ട അറകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള നിങ്ങളുടെ വഴികാട്ടികളാണ്. ഒരു കാര്യം എപ്പോഴും ഓർക്കുക, കാറ്റ് മരത്തെ തകർക്കാനല്ല വരുന്നത്, അതിൻ്റെ വേരുകൾ മണ്ണിലേക്ക് ആഴത്തിലാക്കാനാണ് വരുന്നത്. നിങ്ങളുടെ വേരുകൾ ഇപ്പോൾ പ്രപഞ്ചത്തിന്റെ ഏറ്റവും വലിയ കരുത്തിലേക്ക് ആഴ്ന്നിറങ്ങിക്കഴിഞ്ഞു. ഇനി ഏത് കൊടുങ്കാറ്റ് വന്നാലും നിങ്ങൾ വീഴില്ല. നിങ്ങളുടെ ജീവിതത്തിന്റെ പുസ്തകങ്ങൾ ഇനി വരാനിരിക്കുന്ന അധ്യായങ്ങളുടെ തലക്കെട്ട് ഉയിർത്തെഴുന്നേൽപ്പ് എന്ന് മാത്രമായിരിക്കണം. വീഴുന്നതൊരു പരാജയമല്ല, എന്നാൽ വീണിടത്ത് തന്നെ കിടക്കുന്നതാണ് യഥാർത്ഥ പരാജയം. നമുക്ക് വീഴാം, 1000 വട്ടം വീഴാം, പക്ഷേ ഓരോ വീഴ്ചയ്ക്ക് ശേഷവും അതിലും ശക്തമായിട്ട്, അതിലും ദൃഢമായി നമ്മൾ എഴുന്നേൽക്കുക തന്നെ ചെയ്യും. നിങ്ങളുടെ ഉള്ളിലെ ആ അണയാത്ത കനലിനെ വിശ്വസിക്കുക. നിങ്ങളുടെ ആത്മാവിൻ്റെ സംഗീതം ഇനിയും ബാക്കിയുണ്ട്. ആ പാട്ട് പാടിത്തീരാൻ ഈ ലോകത്തിന് മുന്നിൽ തലയുയർത്തിപ്പിടിച്ച് ജീവിച്ച് കാണിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. തോറ്റുകൊടുക്കില്ല എന്ന് സ്വന്തം മനസ്സിനോട് ഇന്ന് പ്രതിജ്ഞ ചെയ്യുക. ഇരുളടഞ്ഞ രാത്രികൾക്ക് ശേഷം പുലരിയുണ്ടാകുമെന്ന് ഉറപ്പുള്ളതുപോലെ നിങ്ങളുടെ ജീവിതത്തിലും വസന്തം തിരിച്ചു വരും. ആ വസന്തത്തെ വരവേൽക്കാൻ, ആ വിജയത്തെ നെഞ്ചിലേറ്റാൻ നിങ്ങളുടെ കൈകൾ ഉയർത്തുക, ധീരമായി മുന്നോട്ട് നടക്കുക. പ്രപഞ്ചം മുഴുവൻ നിങ്ങളുടെ വിജയത്തിനായിട്ട് കാത്തിരിക്കും. ജീവിതത്തിലെ പോസിറ്റീവായ മാറ്റങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. നമ്മളിൽ പലരും നിത്യജീവിതത്തിലെ അമിതമായ മാനസിക സമ്മർദ്ദം, അതായത് സ്ട്രെസ്, ആകുലതകൾ, ആൻസൈറ്റി, പെട്ടെന്ന് ദേഷ്യം വരിക, നെഗറ്റീവ് ചിന്തകൾ, ആത്മവിശ്വാസക്കുറവ് അല്ലെങ്കിൽ ഉറക്കമില്ലായ്മ, ഇതുപോലെയൊക്കെയുള്ള പല ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നവരായിരിക്കാം.
നമ്മുടെ റിലേഷൻഷിപ്പുകളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും വൈകാരികമായ നിയന്ത്രണമില്ലായ്മയും എല്ലാം നമ്മുടെ സമാധാനം കളയാറുണ്ട്. ഇങ്ങനെയുള്ള മാനസിക ബുദ്ധിമുട്ടുകളെ പൂർണ്ണമായും മാറ്റിമറിച്ച് നിങ്ങളുടെ മനസ്സിനെ കൂടുതൽ ശാന്തവും സന്തോഷകരവുമാക്കുവാൻ 2 ദിവസത്തെ ഒരു ഓൺലൈൻ അവയർനെസ് വർക്ക്ഷോപ്പ് ആരംഭിക്കുന്നുണ്ട്. സോൾ ഷിഫ്റ്റ് എക്സ്പീരിയൻസ് പ്രോഗ്രാം. സ്ട്രെസ്, ആൻസൈറ്റി, ഓവർ തിങ്കിങ്, ഇമോഷണൽ ഇംബാലൻസ്, റിലേഷൻഷിപ്പ് ഇഷ്യൂസ്, ഇങ്ങനെ പല പല വെല്ലുവിളികൾ നേരിടുന്നവർക്ക് ജീവിതത്തിൽ മാറ്റം ആരംഭിക്കാനുള്ള സുരക്ഷിതമായ പഠനാനുഭവമാണ് ഈ പ്രോഗ്രാം. ഈ പ്രോഗ്രാമിൻ്റെ യഥാർത്ഥ ഫീസ് 1199 രൂപയാണ്. എന്നാൽ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് ഒരൊറ്റ തവണ ഓഫറായിട്ട് വെറും 599 രൂപയ്ക്ക് ഈ 2 ദിവസത്തെ ലൈവ് വർക്ക്ഷോപ്പിൽ പങ്കെടുക്കാം. സീറ്റുകൾ വളരെ പരിമിതമാണ്. അതിനാൽ താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന വാട്സപ്പ് ലിങ്കിൽ സോൾ എന്ന് ടൈപ്പ് ചെയ്യുക. സോൾ എന്ന് ടൈപ്പ് ചെയ്ത് അയച്ച് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ സീറ്റുകൾ ബുക്ക് ചെയ്യാം. ശാന്തവും സന്തോഷകരവുമായ ഒരു ജീവിതത്തിലേക്കുള്ള നിങ്ങളുടെ ആദ്യ ചുവടുവെപ്പുകളാവട്ടെ ഇത്. താങ്ക് യു. എന്താണ്? താങ്ക് യു മാം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച് മാം. തോറ്റു കൊടുക്കില്ലാന്ന് പറഞ്ഞോ എന്റെ മോനെ ഒന്ന് പറഞ്ഞ് വിജയിച്ച് കാണിക്കും. വെരി അവന്റെ അത് നല്ല മനസ്സിലേക്ക് കുത്തിയിട്ട് ഇപ്പം മുന്നോട്ട് പറയാനുണ്ടോ? ഇന്നത്തെ ഈ ഒരു ക്ലാസ് ആഴത്തിൽ ചിന്തിക്കാനുണ്ടല്ലോ. താങ്ക് യു സോ മച്ച്. പങ്കെടുക്കാൻ കഴിഞ്ഞതിന് എന്റെ പ്രപഞ്ചത്തിൽ അൽഹംദുലില്ലാ. താങ്ക് യു. ഈ പങ്കെടുത്ത എല്ലാവർക്കും അടിച്ചടി നന്ദി പറയുന്നു. യേശുരാമേനി തന്ന ക്ലാസ് എല്ലാവരുടെ ജീവിതത്തിലേക്കും പകർത്താൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു. താങ്ക് യു വെരി മച്ച്. ഓരോന്നായി പറഞ്ഞ് അതിനുള്ള അതിന്ന് ഉയർത്തെഴുന്നേൽക്കുന്നത് എങ്ങനെയാണെന്നും കൂടിയും പറഞ്ഞ് അറിയണതായാലും ഒന്നും കൂടി മാമിന്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞത് കേട്ടപ്പോ വളരെയധികം സന്തോഷം. ശരിക്കും ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുകയായിരുന്നു ഞാന്. എനിക്ക് എന്താ പറയാന്ന് അറിയാൻ പറ്റണില്ല. അത്രയ്ക്കും മാമിന്റെ ക്ലാസ് ഈ ഹൃദയത്തിൽ തട്ടി. ശരിക്കും എന്താ പറയാ, അനുഭവപൂർണ്ണം. അയ്യോ എന്താ പറയാന്നറിയില്ല. അത്രയ്ക്കും മനസ്സിൽ തട്ടിയ ഒരു സംഭവമായിരുന്നു, ക്ലാസ് ആയിരുന്നു. എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല. ശരിക്കും കോടാനുകോടി നന്ദി ഈ ക്ലാസ്സിൽ പങ്കെടുത്തത്. എനിക്ക് ഇന്ന് എന്നെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇന്നത്തെ ദിവസം എനിക്ക് അത്രയും ബുദ്ധിമുട്ട് ഉള്ള ദിവസമായിരുന്നു. കാലത്ത് തൊട്ട് ഈ നേരം വരെ ഞാനൊക്കെ എടുക്കാൻ എനിക്ക് അറിയില്ല എന്താ ചെയ്യണമെന്ന്. പക്ഷെ ഞാൻ എന്നാലും മാമിന്റെ ക്ലാസ് കേൾക്കണം എന്ന് വിചാരിച്ചിട്ട് തന്നെ എണീറ്റ് പരിപാടികളൊക്കെ എനിക്ക് ചെയ്യണ പറ്റ പോലെ വിളക്ക് കത്തിച്ച് എല്ലാം കഴിഞ്ഞ് ഇവിടെ ക്ലാസ്സിനായിട്ട് കാത്തിരിക്കായിരുന്നു. എന്താണ് ക്ലാസ് എടുക്കുക, അങ്ങനെ ഒരു ആകാംക്ഷയിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. പക്ഷെ ഇങ്ങനെ ഒരു ക്ലാസ് എടുക്കുന്നു ഞാൻ വിചാരിച്ചില്ല മാം. അയ്യോ, കത്തി 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 ഉയർന്നു. എന്താ പറയാ മാം, ഒരു ദൈവത്തിന്റെ ഒരു അംശം തന്നെയാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനെ എന്താ പറയാ സമാധാനം ശാന്തിയും ഒക്കെ പകരാൻ വേണ്ടിയിട്ട് മാമിനെ അയച്ചിട്ടുള്ളത് തന്നെയാണ്. അത് ഞങ്ങൾക്കും കൂടി വേണ്ടിയിട്ടാണ്, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് മാത്രല്ല ഞങ്ങളെ പോലെ ഉള്ളവർക്കും കൂടിയിട്ട് വേണ്ടിയിട്ട് മാമിനെ അയച്ചിട്ടുള്ളതാ. സന്തോഷമുണ്ട്, സന്തോഷം. താങ്ക് യു. ആ കാല് തൊട്ട് ഞാൻ പ്രണമിക്കുക. ശരിക്കും സന്തോഷം. തകർന്നു പോവില്ല. എന്ത് തന്നെ വന്നാലും അതിജീവിക്കാനുള്ള ഒരു കരുത്ത് നമ്മളിൽ തന്നെ ഒരു ഉറച്ച ഒരു വിശ്വാസത്തോട് കൂടിയിട്ട് മുന്നോട്ട് നീങ്ങുക. എല്ലാവരും ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ആ ഒരു ഇത് കിട്ടട്ടെ, ആ ഒരു ശക്തി കിട്ടട്ടെ, ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു മാം. താങ്ക് യു. സൂപ്പർ ക്ലാസ്. താങ്ക് യു. ഓക്കെ. താങ്ക് യു മാം. താങ്ക് യു. ഒത്തിരി ഫീൽ ചെയ്തു, പറയാൻ പറ്റുന്നില്ല. താങ്ക് യു.
അത്രയ്ക്കൊരു ഭയങ്കര ക്ലാസ് അല്ലായിരുന്നേ. അത് ആ വാക്കുകൾ കിട്ടുന്നില്ലല്ലോ ആർക്കും. എല്ലാവരും അത് മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ ആ വാക്കുകൾ കിട്ടുന്നില്ല. എല്ലാവരും ഒരു സ്റ്റക്കിലായിട്ട് ഇരിക്കുക. അതാണ്. മനസ്സിനെ കീഴടക്കിക്കള. ആഴത്തിൽ ചിന്തിക്കുന്നവർക്ക് അതിലെ ദൃഷ്ടാന്തമുണ്ട് എന്ന് വെറുതെ എന്നല്ല പറഞ്ഞേ. ഇങ്ങനെ എത്ര ആൾക്കാരെ പ്രപഞ്ച സൃഷ്ടാവ് ഓരോ ഇങ്ങനെ ഇറക്കിയത്. ഇപ്പം ത്രിവേണിമേ പറഞ്ഞ മാതിരി നമുക്ക് അറിവില്ലല്ലോ, അറിവുള്ളവരിലൂടെ നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ടല്ലോ. അപ്പം സൃഷ്ടാവ് അവർക്ക് അറിവ് കൊടുത്തിട്ടല്ല. അതിന് അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. ഇനിയും ഒരുപാട് അറിവുകൾ നേടാനും നമ്മളിലേക്ക് എത്തിക്കാനും കഴിയട്ടെ ഇസ്ലാമേമിന് എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഒരു കുടുംബ സ്വത്തായിട്ട് നാട്ടുകാർക്കും സമൂഹത്തിനും ഇനിയും കൂടുതൽ അറിവുകൾ എത്തിക്കാൻ, അവർ ജീവിതത്തിൽ പകർത്താൻ, അവർക്ക് വിജയം അനുഭവിക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ോട് പ്രാർത്ഥിക്കുന്നു. എന്തോ ഒരു ഇതിന്ന് ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. ആ ഒരു എന്താ ശക്തി എനിക്ക് അറിഞ്ഞൂടാ. പുറത്തു വരാൻ കഴിയുന്നില്ല. അത്രയ്ക്കും മാനസിക സംഘർഷത്തിലൂടെ പോയിട്ടുണ്ട് ഞാന് ജീവിതത്തില്. അത്രയ്ക്കും പല 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 അനുഭവങ്ങൾ വന്നിട്ടുണ്ട് മാം. ചെറിയ വയസ്സിൽ തൊട്ട് ഓരോന്ന് വന്നു തുടങ്ങിയതാ. ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. പക്ഷെ ഈ എഫിൽ ചേർന്നതിന്റെ ശേഷം എനിക്ക് പുല്ല് പോലെയാ അതെല്ലാം. ഇപ്പൊ മാമിന്റെ ഈ ക്ലാസ്സും കൂടി കേട്ടപ്പോഴുണ്ടല്ലോ വല്ലാത്തൊരു, ഇപ്പോഴും അതിൽ നിന്ന് പുറത്തു വരാൻ പറ്റണില്ല. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.